എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാനിന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം, ചാർക്കോൾ കത്തിച്ചിട്ടുണ്ടാക്കാം, ഓവനിലുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിന്ന് ഒരു ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ ഞാൻ 4 കഷ്ണങ്ങൾ മാത്രമേ ആക്കിയിട്ടുള്ളൂ. വലിയ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്താൽ ഒന്നുകൂടി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം ചിക്കനിൽ നല്ല ആഴത്തിൽ വരകളിട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക്, ഏകദേശം 1 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഗാരോ പെപ്പർ മില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പോളം തൈര്, നല്ല കട്ടി തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഏകദേശം 1/2 കപ്പോളം തൈരും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് മാരിനേഷനാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി മസാല പുരട്ടാനുണ്ട്. അപ്പോൾ ഇതാ ആദ്യത്തെ മസാല പുരട്ടിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് നമുക്കിത് വെക്കണം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ മസാലയും കൂടി പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കൈ നിറയെ മല്ലിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റൊന്നും ആവണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. കുറേ അങ്ങ് പേസ്റ്റ് ആവാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഈ അരച്ചെടുത്തത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് 15 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അല്ലെങ്കിൽ തൊലി ചുരണ്ടി എടുത്താലും മതി, അത് ചേർക്കുക. അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. തൊലി ചുരണ്ടിയത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റണം. ഫ്രീസറിൽ ഞാനിത് ഒരു ദിവസം വെക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ച് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും, നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടും ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത് വെക്കുന്നിടത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ചിക്കൻ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഈ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു 3-4 മണിക്കൂർ മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കുക. അതല്ലെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ഓർമ്മ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലോട്ട് ഒരു 6-7 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിന്നൊരു 3 പീസ് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത്രയും മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഒരു പീസ് ഞാനവിടെ ഫ്രീസറിൽ തന്നെ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. അത് ആവശ്യം വരുമ്പോൾ നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാൻ 3 പീസ് പാനിൽ വെച്ചതിന് ശേഷം ഇതിവിടെ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഞാനിതൊന്ന് വേവിക്കുന്നുണ്ട്. കാരണം വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് വേവാൻ കുറച്ച് സമയമെടുക്കും. അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ആദ്യം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ ഒരു 10 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം. നമ്മൾ അടച്ച് വെച്ചതുകൊണ്ട് ചിക്കനിലുള്ള വെള്ളം കുറച്ച് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വെള്ളം അധികം ഉണ്ടാവില്ല. അടച്ച് വെച്ചതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി കിട്ടണം. അതിനായിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഞാനിതൊന്ന് വറ്റിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ഇപ്പോൾ എണ്ണ മാത്രമേ പാനിലുള്ളൂ. കുറച്ച് സമയം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് കിട്ടും. ഇപ്പോൾ എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ആ ഒരു ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നാൽ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് വെള്ളത്തിൽ വേവിച്ച ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് വെള്ളം വറ്റിച്ചതിന് ശേഷം 2 വശവും നന്നായിട്ട് എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ചിക്കൻ്റെ തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 3 പീസ് ചിക്കനും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ലതുപോലെ നമ്മൾ തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കിയതുപോലെ ചാർക്കോളിലൊക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങളിത് മിസ് ചെയ്യരുത്, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്